കുറച്ചു കാലം മുമ്പ് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ നിന്ന് വന്ന ഈ അനാഥ ബാലന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ നാളെ ഇന്ത്യൻ ഫുട്ബോളിനെ ആളെ കത്തിക്കാനുള്ള ഒരു അഗ്നിജ്വാലയായി ഉയർന്നു വരുന്നു. വേറെ ആരെയും കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, കൊറോ സിംഗിനെ കുറിച്ചാണ്. 2006 ഡിസംബർ 3 മണിപ്പൂരിലെ ചെറാഗ് നാഞ്ചിലിംഗിൽ ജനിച്ച കൊറോ സിംഗിന്റെ ബാല്യം അത്ര നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നല്ലതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. 9ാമത്തെ വയസ്സിൽ തൊട്ടടുത്ത നദിയിലുണ്ടായ വേലിയേറ്റത്തിലും വെള്ളപ്പൊക്കത്തിലും തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥനായി പോകാനായിരുന്നു 9ാമത്തെ വയസ്സിൽ നമ്മുടെ കൊറോ സിംഗിന്റെ വിധി. പിന്നീട് അദ്ദേഹം തന്റെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച് തന്നെയാണ് വളർന്നത്. ഈ യാതനകൾക്കും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ അവൻ തന്റെ വേദനകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു എസ്കേപ്പ് ടൂളായിരുന്നു ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കുമ്പോൾ എല്ലാം മറക്കുന്ന കൊറോ സിംഗ് ആ ഗെയിമിൽ അങ്ങ് അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് കണ്ടത് ഈ അനാഥ ബാലന്റെ ഉള്ളിലെരിയുന്ന അഗ്നി ഇന്ത്യൻ ഫുട്ബോളിനെ ആളിക്കത്തിക്കേണ്ട ഒരു പ്രഹേളികയായി വളർന്നു വരുന്ന ഒരു പരിവർത്തനത്തിന്റെ കാഴ്ചയാണ്.